നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. ഒക്ടോബർ മാസത്തിൽ സൂര്യൻ കന്നി, തുലാം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കുജൻ തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ഒക്ടോബർ 27-ന് വൃശ്ചികൻ രാശിയിലേക്ക് രാശി മാറും. ബുധൻ തുലാം രാശിയിൽ ഒക്ടോബർ 24-ന് വൃശ്ചികത്തിലേക്ക് സഞ്ചരിക്കും. ശുക്രൻ ഒക്ടോബർ 9-ന് കന്നിരാശിയിലേക്ക് രാശിമാറ്റം നടത്തും. നവംബർ 2 വരെ കന്നിരാശിയിൽ സ്ഥിതി ചെയ്യും. ഗുരു ഒക്ടോബർ 18-ന് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് രാശി മാറും. ഡിസംബർ 5-ന് തിരികെ മിഥുനത്തിലേക്ക് രാശിമാറ്റം നടത്തും. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. മേടം, ഇടവം, മിഥുനം എന്നീ 3 രാശികളുടെ ഫലമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. മേടൻ രാശിയുടെ 5-ാം ഭാവാധിപനായ സൂര്യൻ്റെ ഒക്ടോബർ മാസത്തിലെ സഞ്ചാരം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അനുകൂല ഫലങ്ങളാണ് മേടൻ രാശിക്കാർക്ക് നൽകുന്നത്. ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും മനസ്സമാധാനവും ശത്രുനാശവും തൊഴിലിൽ നിന്ന് ലാഭവും ലഭിക്കുന്നു. കുടുംബസുഖവും സമൂഹത്തിൽ മാന്യതയും ബഹുമാനവും വർദ്ധിക്കുന്നു. പ്രവർത്തനങ്ങളിൽ ഉത്സാഹം വർദ്ധിക്കുന്നു. കടങ്ങൾ വീട്ടി തീർക്കാൻ കഴിയുന്നു. എന്നാൽ മാസത്തിൻ്റെ 2-ാം പകുതി അത്ര അനുകൂലമല്ല. ദമ്പതികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാം. ബിസിനസ് രംഗത്തെ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. തൊഴിൽ സ്ഥലത്തെ അധികാരികളുടെ അപ്രീതി അനുഭവപ്പെടാം. പങ്കാളിക്ക് അസുഖങ്ങളുണ്ടാകാം. യാത്ര കൊണ്ട് ശരീരപീഡ അനുഭവപ്പെടാം. ഉദരരോഗമുണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. ആഹാരം കൃത്യസമയത്ത് കഴിക്കുക. കർമ്മഭാവാധിപനായ ശനിയുടെ 12-ാം ഭാവത്തിലെ സ്ഥിതി കർമ്മരംഗത്ത് അലച്ചിൽ അനുഭവപ്പെടുത്തും. തൊഴിൽ സ്ഥലത്ത് കൃത്യമായി ജോലികൾ തീർക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകാം. ദൂരയാത്രകളും പ്രവർത്തന ക്ലേശങ്ങളും ഉണ്ടാകാം. ചിലവുകൾ വർദ്ധിക്കും. ഈ സമയത്ത് കേസ് വഴക്കുകൾക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. ബിസിനസ്സുകാർക്ക് ശ്രേഷ്ഠമായ സമയമാണ്. ഒക്ടോബർ 9 വരെയുള്ള ശുക്രൻ്റെ സ്ഥിതിയും ബിസിനസ്സിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നു. പക്ഷേ 7-ാം ഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതി പങ്കാളിത്ത ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വഴിതെളിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ മെച്ചമാണ്. പഠന മികവ് കാണിക്കാൻ പറ്റിയ സമയമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയാണ് വിദ്യാർത്ഥികൾക്ക് നല്ലത്. പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും മാസത്തിൻ്റെ ആദ്യ പകുതി അനുകൂലമാണ്. ദമ്പതികൾ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം. വിവാഹാലോചനകൾക്ക് തടസ്സമുണ്ടാകാൻ സാഹചര്യം കാണുന്നു. ഒക്ടോബർ 18-ന് ശേഷം 47 ദിവസം വ്യാഴം നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് സ്ഥാനമാറ്റം നടത്തും. ഇത് കുറച്ച് അനുകൂല ഫലങ്ങൾ നൽകും. ദൈവാധീനം വർദ്ധിക്കും. കൂടാതെ 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവിൻ്റെ സ്ഥിതി വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. 7-ര ശനിയുടെ സമയമാണ്. ചിലവുകൾ ശ്രദ്ധിക്കണം. 5-ൽ സ്ഥിതി ചെയ്യുന്ന ശിഹിയും 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയും കുടുംബത്തിൽ തർക്കങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാക്കാം. ധനക്ലേശം ഉണ്ടാക്കാം. പൊതുവെ ചൊവ്വ, ശനി, ശിഹി മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലരാണ്. ആയതിനാൽ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. ശാസ്താവിന് നീരാഞ്ജനം നടത്താൻ മുടക്കരുത്. ഓം നമഃശിവായ എന്ന് എല്ലാ ദിവസവും നിങ്ങൾ 108 പ്രാവശ്യം ജപിക്കുക. നിങ്ങളുടെ ദോഷങ്ങളുടെ കാഠിന്യം തീർച്ചയായും കുറയും. അടുത്തതായി ഇടവൻ രാശി. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിയുടെ 4-ാം ഭാവാധിപനായ സൂര്യൻ്റെ 5, 6 എന്നീ ഭാവങ്ങളിലുള്ള സ്ഥിതി മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അത്ര നല്ല ഫലങ്ങൾ നൽകുന്നില്ല. മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെടുന്ന സമയമാണ്. തീരുമാനങ്ങളിൽ നിന്ന് മനസ്സ് മാറിക്കൊണ്ടിരിക്കും. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ മാസത്തിൻ്റെ 2-ാം പകുതി മേൽപ്പറഞ്ഞ പ്രയാസങ്ങളെല്ലാം മാറി ധൈര്യവും ധൈര്യവും വർദ്ധിക്കുന്നു. കാര്യങ്ങൾക്ക് വിജയമുണ്ടാകുന്നു. ധനലാഭവും ആനന്ദവും ആരോഗ്യപുഷ്ടിയും ഉണ്ടാകുന്നു. 10-ാം ഭാവാധിപനായ ശനിയുടെ സർവാഭീഷ്ട സ്ഥാനത്തുള്ള സ്ഥിതി കർമ്മഗുണം വർദ്ധിപ്പിക്കുന്നു. കർമ്മരംഗത്തെ അഭിവൃദ്ധിയും വരുമാനവും വർദ്ധിക്കുന്നു.
ഉദ്യോഗസ്ഥർക്ക് പുതിയ സ്ഥാനമാനങ്ങളും അഭീഷ്ട ലാഭവും ഉണ്ടാകുന്നു. നിത്യത്തൊഴിൽ ചെയ്യുന്നവർക്ക് അവസരങ്ങൾ വർദ്ധിക്കും. 5-ാം ഭാവാധിപനായ ബുധൻ്റെ ഉച്ചസ്ഥിതിയും ഭദ്രയോഗവും വിദ്യാർത്ഥികളുടെ സമയം വളരെ ശ്രേഷ്ഠകരമാക്കുന്നു. ആഗ്രഹങ്ങൾ സാധിച്ച് ഉന്നതിയിലേക്ക് എത്താനുള്ള വഴി തെളിയുന്നു. ഇൻ്റർവ്യൂകളിൽ വിജയം ഉറപ്പാണ്. പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. 7-ാം ഭാവാധിപനായ ചൊവ്വയുടെ സ്ഥിതി ബിസിനസ്സുകാർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നുണ്ടെങ്കിലും പങ്കാളികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. ഈ സമയത്തെ ദമ്പതികൾ തമ്മിൽ തർക്കങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. വിവാഹാലോചന നടക്കുന്നവർക്ക് പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വഭാവത്തെക്കുറിച്ച് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷമേ തീരുമാനമെടുക്കാവൂ. ഭാഗ്യഭാവാധിപനായ ശനി അഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. ഒക്ടോബർ 18 ശേഷം ധനഭാവത്തിൽ നിന്നും 47 ദിവസത്തേക്ക് വ്യാഴം നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് രാശി മാറി നിൽക്കുന്നു. ഇത് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കുകയില്ല. കാരണം വ്യാഴം നിങ്ങളുടെ 11-ാം ഭാവത്തിലേക്കാണ് വീക്ഷിക്കുന്നത്. 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്നാൽ 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാക്കും. എളുപ്പ വഴിയിലൂടെ പണം സമ്പാദിക്കാനുള്ള കഴിവ് ഈ സമയത്തുണ്ടാകും. 6-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ധനധാന്യ സമൃദ്ധിയെയാണ് കാണിക്കുന്നത്. ശത്രുക്കളുടെ നാശവും ഏത് കാര്യങ്ങൾക്ക് വിജയവും ലഭിക്കുന്നു. അങ്ങനെ ഗുരു, ശനി, രാഹു, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് അനുകൂലരാണ്. ആയതിനാൽ ഒക്ടോബർ മാസം നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി നൽകുന്ന മാസമാണ്. കേതുവിനെ പ്രീതിപ്പെടുത്താൻ ചതുർത്ഥി തിഥിയിൽ ഗണപതി ഹോമം നടത്തുക. ഗുണഫലങ്ങൾ വർദ്ധിക്കും. അടുത്തതായി മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. മിഥുനത്തിൻ്റെ 3-ാം ഭാവാധിപനായ സൂര്യൻ 4-5 ഭാവങ്ങളിലൂടെ ഒക്ടോബർ മാസത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് മാസം മുഴുവൻ സൂര്യൻ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ നൽകുന്നില്ല. എന്നാൽ രാശ്യാധിപനായ ബുധൻ്റെ ഒക്ടോബർ 24 ശേഷമുള്ള സ്ഥിതി ആരോഗ്യപുഷ്ടിയും മനഃശക്തിയും ധനവൃദ്ധിയും കുടുംബസുഖവും നിങ്ങൾക്ക് നൽകുന്നു. 10-ാം ഭാവാധിപനായ വ്യാഴം ഒക്ടോബർ 18 വരെ ജന്മഭാവത്തിലും ശേഷം 2-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി തൊഴിൽ തർക്കങ്ങളെയും അധിക ചിലവുകളെയും സർക്കാർ നടപടികളെയും സൂചിപ്പിക്കുന്നു. എന്നാൽ മാസത്തിൻ്റെ 2-ാം പകുതി മേൽപ്പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവുകയും കർമ്മരംഗത്തു നിന്ന് ധനലാഭവും സന്തോഷവും പേരും പ്രശസ്തിയും ലഭിക്കുന്നു. വ്യാഴം 7-ാം ഭാവാധിപൻ കൂടിയായതുകൊണ്ട് മാസത്തിൻ്റെ 2-ാം പകുതി ബിസിനസ്സുകാർക്കും അനുകൂലമായിരിക്കും. 5-ാം ഭാവാധിപനായ ശുക്രൻ ഒക്ടോബർ 9 വരെ ചിങ്ങൻ രാശിയിലും ശേഷം കന്നി രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. പ്രണയിക്കുന്നവർക്കും വിവാഹം ആലോചിക്കുന്നവർക്കും ദമ്പതികൾക്കും മാസത്തിൻ്റെ 2-ാം പകുതി അനുകൂലമാണ്. 9-ാം ഭാവാധിപനായ ശനി 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പക്ഷേ 10-ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി കണ്ടക ശനിദോഷം നൽകുന്നതിനാൽ ജോലിസ്ഥലത്ത് കഠിനാധ്വാനം വേണ്ടിവരും. ഒക്ടോബർ 18 ശേഷം വ്യാഴം മിഥുനത്തിൻ്റെ 2-ാം ഭാവത്തിലേക്ക് രാശി മാറുകയും അവിടെ നിന്ന് ശനിയെ വീക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ ശനിദോഷത്തിന് വളരെ കുറവുണ്ടാകും. ധനവർദ്ധനവ് കൂടുകയും ചെയ്യും. 3-ാം ഭാവത്തിലെ കേതു ഗുണഫലങ്ങൾ നൽകും. ധനവരവ് കൂട്ടും, ശത്രുനാശം നൽകും. 9-ൽ സർപ്പൻ ദൈവാധീനത്തെ കുറയ്ക്കുന്നു. സന്താന ദുഃഖത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ മിഥുനൻ രാശിക്കാർക്ക് മാസത്തിൻ്റെ 2-ാം പകുതിയായിരിക്കും അനുകൂലം. ഗ്രഹദോഷ പരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തണം. ശാസ്താവിന് നീരാഞ്ജനം നടത്താൻ മറക്കരുത്. ശാസ്താവിന് ശ്ലോകങ്ങൾ നിത്യവും ജപിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.